പാൻ-ഇന്ത്യൻ ചിത്രമായി വന്ന പുഷ്പ 2 വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുഷ്പ 2വിന്റെ ലാഭം എവിടേക്കാണ് പോകുന്നത്? മലയാളികൾക്കിടയിൽ നിന്നും വലിയൊരു കളക്ഷനും പുഷ്പ 2 സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത്. പുഷ്പ 2വിന്റെ ലാഭം പോകുന്നത് 3 പേരിലേക്കാണ്. 400 കോടി ബജറ്റിൽ ഇറങ്ങിയ പുഷ്പ 2വിന്റെ കളക്ഷൻ 1500 കോടിയും കടന്ന് മുന്നേറുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ലാഭവിഹിതം 3ആയാണ് ഭാഗിക്കുന്നത്. സിനിമയുടെ ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് അല്ലു അർജുനുള്ളതാണ്. ഈ സിനിമയിൽ ശമ്പളത്തിന് അല്ലു അർജുൻ ജോലി ചെയ്തിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് രീതിയിലാണ്. ചിത്രത്തിൽ അല്ലു അർജുനുള്ളത് ലാഭത്തിന്റെ 40%. അടുത്ത ലാഭവിഹിതം പുഷ്പ സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിനാണ്. ചിത്രത്തിന്റെ ലാഭവിഹിതത്തിന്റെ 30% ഇവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സംവിധായകൻ സുകുമാറും നിശ്ചിത ശമ്പളത്തിന് പകരം പ്രോഫിയറിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ലാഭത്തിന്റെ 30% ഇദ്ദേഹത്തിനും കിട്ടുന്നത്. ഇങ്ങനെ 3 പേരിലേക്കാണ് ഈ ലാഭവിഹിതം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അല്ലു അർജുന് തന്നെയാണ്. അതേസമയം പുഷ്പ 2 റിലീസ് ആയതോടെ വലിയ വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്തിന്റെ അത്രയും ഇമ്പാക്ട് രണ്ടാം ഭാഗത്തിന് ലഭിച്ചില്ല എന്നാണ് വിമർശകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.